El Shaddai Communications. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ല പാച്ചേസിയ കൊൺ തൂത്തി പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ ആദ്യ വാക്കുകൾ. ദൃഢനിശ്ചയവും പ്രത്യാശയും ആത്മവിശ്വാസവും സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ നമ്മുടെ പാപ്പ ജനസഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ഉദിതനായ കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുകയും ചെയ്തപ്പോൾ അജഗണങ്ങളെ നയിക്കുവാൻ വലിയ മുക്കുവൻ്റെ യോഗ്യനായ പിൻഗാമിയാണ് അദ്ദേഹമെന്ന് ഏവർക്കും അനുഭവവേദ്യമായി. ഭാരതമേ നിരക്ഷണത്തിൻ്റെ സന്താനങ്ങളിൽ എന്ന് ഉദ്ഘോഷിച്ച ജപമാലയുടെ പാപ്പ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ റേറും നൊവാരും എന്ന ചാക്രിക ലേഖനം എഴുതിയ ലിയോ 13 പിൻഗാമിയായി ലയോ 14 വരുമ്പോൾ അത് സഭാജീവിതത്തിൽ പുതിയ ഒരു വസന്തത്തിൻ്റെ തുടക്കമാകുമെന്ന് പ്രത്യാശിക്കാം. ഒന്നായി നിന്ന് ദൈവത്തിനൊപ്പം കൈകോർത്ത് മുന്നോട്ട് പോകാമെന്നതാണ് ലിയോ മാർപ്പാപ്പയുടെ ആപ്തവാക്യം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ദുഃഖം സന്തോഷമായി മാറും. മനുഷ്യജീവിതത്തിലെ ഒരു ദുഃഖവും സ്ഥായിയായ ദുഃഖമല്ല, അത് അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ ഈശോ സമർത്ഥിക്കുന്നത് കുഞ്ഞിൻ്റെ ജനനവും അതിനോടനുബന്ധിച്ചുള്ള വേദനയും അതിനുശേഷമുള്ള സന്തോഷവും ഉൾപ്പെടുന്ന പ്രായോഗിക ജീവിത പിൻബലത്തിൻ്റെ ശക്തിയോടുകൂടിയാണ്. ഇല കൊഴിയുന്ന കാലങ്ങൾക്കുമപ്പുറം തളിരണിയുന്ന ഒരു കാലം വന്നണയും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇരുണ്ട യാത്രയ്ക്ക് ശേഷം സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. വിത്തുകൾ ഉണക്കി ആട്ടിയെടുത്താലേ എണ്ണ ലഭിക്കൂ. മുന്തിരിപ്പഴം ചക്കിലിട്ട് കശക്കിയെടുത്ത് കാലങ്ങളോളം കാത്തിരുന്നാലേ അത് വീഞ്ഞായി മാറുകയുള്ളൂ. ഇതുപോലെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലേ മനുഷ്യ മനസ്സിലെ ഏറ്റവും നല്ലത് പുറത്തു വരും. സങ്കടങ്ങളുടെ അല്പസമയകാലം സമചിത്തത കൈവടിയാതെ കാത്തിരിക്കുന്നവർക്കാണ് മഹത്വത്തിൻ്റെ മഹനീയമായ സമയത്തേക്ക് പ്രവേശിക്കാനാവുക. ദുഃഖത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠവും നമ്മൾ ആർജിക്കുന്ന കരുത്തും ഒരുവൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം ക്രമപ്പെടുത്തുവാൻ സഹായിക്കും. ഈ സന്ദേശവുമായി ക്രിസ്തു തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൻ്റെ നൊമ്പരം അതിജീവിച്ച് മുൻപോട്ട് നീങ്ങിയ സഭാതനയരെ നയിക്കുവാൻ പുതിയ അമരക്കാരനായി ലിയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. മാർപ്പാപ്പ ആയി കഴിഞ്ഞ ഉടനെ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്: ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. തിന്മ പ്രബലപ്പെടില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ കൈകളിലാണ്. അതിനാൽ ഭയമില്ലാതെ ദൈവവുമായും പരസ്പരവും കൈകോർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. ക്രിസ്തു നമുക്ക് മുമ്പേ ഉണ്ട്. ലോകത്തിന് അവിടുത്തെ പ്രകാശം ആവശ്യമാണ്. ദൈവത്തിനും അവിടുത്തെ സ്നേഹത്തിനും എത്തിച്ചേരാനുള്ള ഒരു പാലമായി ക്രിസ്തുവിനെ മനുഷ്യരാശിക്ക് ആവശ്യമുണ്ട്. സംഭാഷണത്തിലൂടെയും കണ്ടുമുട്ടലുകളിലൂടെയും പാലം പണിയുന്നവരാകുവാൻ നിങ്ങൾ ഞങ്ങളെയും പരസ്പരം സഹായിക്കുക. അങ്ങനെ എല്ലായ്പ്പോഴും സമാധാനത്തോടെ ഒരു ജനമായി നമുക്ക് ഒരുമയോടെ നീങ്ങാം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നന്ദി. സത്യപ്രവാചകനായി നേർവഴി കാട്ടി സഭയുടെ നാഥനായി ക്രിസ്തുവിലുള്ള പ്രത്യാശയിലേക്ക് ലോകത്തെ നയിക്കുവാൻ ലിയോ മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.